തൃശൂർ അതിരപ്പള്ളിയിൽ മുറിവേറ്റ കൊമ്പന് തുടർ ചികിത്സ നൽകാനുള്ള ദൗത്യം അല്പസമയത്തിനകം ആരംഭിക്കും. വനം വകുപ്പ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും കാലടി പ്ലാന്റേഷനിലെത്തി ആനയെ കണ്ടെത്തി നിരീക്ഷിച്ച ശേഷമാകും തുടർ നടപടികൾ. ഇന്നലെ മോക്ക് ഡ്രിൽ അടക്കമുള്ള കാര്യങ്ങൾ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ നടന്ന സാഹചര്യത്തിലാണ് തുടർ ചികിത്സയ്ക്കായി ദൗത്യം വീണ്ടും ആരംഭിക്കുന്നത്. വനം വകുപ്പ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയും സംഘവും കാലടി പ്ലാന്റേഷനിൽ എത്തി ആനയെ കണ്ടെത്തി നിരീക്ഷിച്ച ശേഷമാകും തുടർ നടപടികൾ എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. കഴിഞ്ഞ ദിവസം അടക്കം ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാനായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, എപ്പോഴേക്കുമാണ് ദൗത്യം ആരംഭിക്കുക? ഇന്നത്തെ പ്ലാൻ എത്തരത്തിലാണ്? സംഗീത, അല്പസമയങ്ങൾക്കകം ആനയ്ക്ക് തുടർ ചികിത്സ നൽകാനുള്ള ദൗത്യം ആരംഭിക്കും. ഡോക്ടർ അരുൺ സക്കറിയയും വാഴച്ചാൽ DFO അടക്കമുള്ള ഉദ്യോഗസ്ഥരുമൊക്കെ ഇപ്പോൾ കാലടി പ്ലാന്റേഷനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന അതിരപ്പള്ളിയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചെക്ക് പോസ്റ്റ് പിന്നിട്ട് 1-ാം ബ്ലോക്കിലാണ് ഇന്നലെ അവസാനമായി ആനയെ കണ്ടത്. അവിടേക്ക് തന്നെയാണ് ഉദ്യോഗസ്ഥരെല്ലാവരും എത്തിയിരിക്കുന്നത്. നിലവിൽ ഈ കാലടി പ്ലാന്റേഷനുള്ളിൽ പ്രവർത്തിക്കുന്ന അംഗനവാടി കെട്ടിടത്തിന്റെ പരിസരത്ത് ആദ്യം എത്തിയതിനു ശേഷം ആനയെ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടേതായിട്ടുള്ള ആദ്യ നീക്കം. അതിനുവേണ്ടിയുള്ള നടപടികളാണ് നടക്കുന്നത്. 120 അംഗ സംഘമാണ് ആനയ്ക്ക് തുടർ ചികിത്സ നൽകാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലായി പരിശോധന നടത്തി, നിരീക്ഷണം നടത്തി ആനയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ആദ്യ ലക്ഷ്യം. ആനയെ കണ്ടെത്തിയാൽ അനുയോജ്യമായ പ്രതലമാണോ എന്ന് പരിശോധിക്കും. ജലസാന്നിധ്യമോ അതോടൊപ്പം തന്നെ ഈ നിരപ്പാർന്ന പ്രദേശമോ ആണെങ്കിൽ ആ സമയത്ത് തന്നെ ആദ്യ മണിക്കൂറിൽ തന്നെ ആനയെ കണ്ടെത്തി മയക്കുവെടി വെക്കാനുള്ള തീരുമാനം തന്നെയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി വിവിധ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും പല സ്ഥലങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ചീഫ് വെറ്റിനറി ഓഫീസർ ആയിട്ടുള്ള ഡോക്ടർ അരുൺ സക്കറിയെ കൂടാതെ സമീപ ജില്ലകളിൽ നിന്നുള്ള മറ്റ് വെറ്റിനറി ഓഫീസർമാരും ഈ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. ഡോക്ടർ ബിനോയ്, ഡോക്ടർ ഡേവിഡ്, ഡോക്ടർ മിഥുൻ തുടങ്ങി എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള വെറ്റിനറി ഓഫീസർമാരും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ആനയെ നിരീക്ഷിക്കാനും അതോടൊപ്പം തന്നെ തുടർ ചികിത്സ നൽകാനും അടക്കമുള്ള ജോലികൾക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. സെൻട്രൽ CCF ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ നിർവഹിക്കുന്നത്. വാഴച്ചാൽ DFO R ലക്ഷ്മി മുഴുവൻ സമയവും ആനയ്ക്ക് ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മറ്റും ഏകോപിപ്പിക്കാനായി ഈ ദൗത്യ സംഘത്തിനൊപ്പമുണ്ട്. പ്രധാനമായും കഴിഞ്ഞ 24-നാണ് ആദ്യമായി ആനയ്ക്ക് ചികിത്സ നൽകുന്നത്. അന്ന് മയക്കുവെടി വെച്ച് സ്റ്റാൻഡിംഗ് സെഡേഷനിൽ നിർത്തി. അന്ന് ആദ്യമായി അതിന് ചികിത്സ നൽകുന്ന സമയത്ത് പിന്നീട് ചികിത്സ നൽകുന്ന സമയത്ത് തന്നെ ഇതിന് മറ്റ് അപകടങ്ങളൊന്നും അല്ലെങ്കിൽ വെടിയേറ്റു എന്നുള്ളൊരു പ്രചാരണം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വെടിയേറ്റതല്ല ഈ മുറിവ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷം ഈ മുറിവിൽ മരുന്ന് പുരട്ടി ആനയെ ചികിത്സ നൽകി കാട്ടിലേക്ക് തിരികെ വിടുകയായിരുന്നു. അതിനുശേഷവുമാണ് ഈ കാലടി പ്ലാന്റേഷനിലെ തന്നെയുള്ള മറ്റ് പല സ്ഥലങ്ങളിലും ആന വീണ്ടും എത്തിയപ്പോൾ ഈ മുറിപ്പാട് വലുതായതും മുറിവിൽ നിന്ന് പുഴുവരിക്കുന്ന നിലയിലുമൊക്കെ കണ്ടെത്തിയത്. പിന്നീട് അത് അണുബാധയായി മാറുകയായിരുന്നു. ആന ജനവാസ മേഖലയിലടക്കം ഇതേ തുടർന്ന് എത്തി. സ്വയമേ ആഹാരവും മറ്റും വെള്ളവും കുടിക്കുന്നുണ്ടെങ്കിലും ആനയുടെ ആരോഗ്യനില അനുദിനം വഷളാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായതോടുകൂടിയാണ് എത്രയും വേഗം ആനയെ കണ്ടെത്തി തുടർ ചികിത്സ നൽകാൻ പിന്നീട് തീരുമാനമുണ്ടായത്. ഇതിനായുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ പുറത്തിറക്കുകയും ചെയ്തു. നിലവിൽ ഈ ആനയെ കണ്ടെത്തി ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും വനംവകുപ്പ് ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിച്ചത്. ഇതിനായി ആദ്യം വയനാട്ടിലെ കുങ്കിയാനകളെ ഇവിടേക്ക് എത്തിച്ചു. വിക്രം, കുഞ്ചു, കോന്നി സുരേന്ദ്രൻ തുടങ്ങിയ 3 ആനകളാണ് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. വയനാട്ടിൽ നിന്നും പ്രത്യേക എലഫന്റ് ആംബുലൻസ് ഉപയോഗിച്ചാണ് ഇവയെ 2 ദിവസം മുൻപ് ഇവിടേക്ക് എത്തിച്ചത്. കുങ്കിയാനകൾ സജ്ജമായതോടുകൂടി അടുത്ത ജോലി ഈ ആനയെ പിടികൂടി പാർപ്പിക്കേണ്ട കൂട് കോടനാട്ടെ അഭയാരണ്യത്തിലെ ആനക്കൂട് ബലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഇതിൻ്റെ ഭാഗമായി മൂന്നാറിൽ നിന്നും മരങ്ങൾ എത്തിച്ചു. യൂക്കാലിപ്സ് മരങ്ങളാണ് ഈ കൂട് നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. 137
മരങ്ങളാണ് ഈ കൂട് ബലപ്പെടുത്തുന്നതിനായി ആവശ്യമായി ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ JCB അടക്കം ഉപയോഗിച്ച് കൂടിൻ്റെ ബലപരിശോധനയും പൂർത്തീകരിച്ചു. അതിനുശേഷം ഈ ദൗത്യസേനാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോക്ക് ഡ്രില്ലായിരുന്നു. ഈ ദൗത്യത്തിൽ ആദ്യമായി പങ്കെടുക്കുന്നവരുണ്ട്, മുൻപരിചയമുള്ള ആളുകളുണ്ട്. ഇത്തരക്കാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഇന്നലെ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ വൈകിട്ട് കാലടി പ്ലാന്റേഷനിലെ വെറ്റിലപ്പാറയിലുള്ള അംഗനവാടി പരിസരത്ത് വെച്ച് തന്നെ മോക്ക് ഡ്രില്ലും മറ്റും നടന്നു. അതിനുശേഷം എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി അല്പസമയങ്ങൾക്ക് മുൻപാണ് മുഴുവൻ ഉദ്യോഗസ്ഥരും ഈ ആന നിൽക്കുന്ന, ആനയെ കണ്ടെത്താൻ സാധിക്കുന്ന എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. എല്ലാ ഉദ്യോഗസ്ഥരും തന്നെ ഇതിനോടകം തന്നെ ഈ ദൗത്യത്തിനായിട്ടുള്ള ജോലികളിൽ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആനയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ആദ്യ ഘട്ടത്തിലെ നടപടി. അതിനുശേഷം ആനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കുറച്ചുകൂടി വെളിച്ചമാകുമ്പോൾ ആനയെ കണ്ടെത്തി കൃത്യമായ സ്ഥലം, കൃത്യമായ അനുയോജ്യമായ സ്ഥലമാണെങ്കിൽ അവിടെ വെച്ച് തന്നെ ആദ്യ മണിക്കൂറിൽ തന്നെ ആനയെ മയക്കുവെടി വെക്കാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഇത് മയക്കുവെടി വെച്ചാൽ ആന ഒരു 20 മിനിറ്റോളം സമയം വേണ്ടി വരും ആനയ്ക്ക് മയങ്ങുന്നതിനായി. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഒരു അരമണിക്കൂറിന് ശേഷം ആനയ്ക്ക് അടുത്തെത്തി ആനയെ ഈ പ്രത്യേകമായിട്ടുള്ള എലഫന്റ് ആംബുലൻസിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളായിരിക്കും നടക്കുക. ഇതിനായി 3 കുങ്കിയാനകളെ കൂടാതെ ഒരു ക്രെയിൻ പ്രത്യേകമായി കൂടി ഈ അതിരപ്പള്ളിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ദൗത്യം അല്പസമയത്തിനകം കുറച്ചുകൂടെ വെളിച്ചം വരാൻ നേരത്ത് ആരംഭിക്കാൻ തന്നെയാണ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ജനങ്ങളെ സംബന്ധിച്ചാണെങ്കിലും പ്രദേശവാസികളെ സംബന്ധിച്ചാണെങ്കിലും ആനയുടെ പരിക്കേറ്റ ദൃശ്യങ്ങൾ, അതിനുശേഷം ആനയെ കണ്ടെത്തിയ സാഹചര്യങ്ങളൊക്കെ ഒരു വൈകാരികമായിട്ടുള്ള വിഷയം കൂടിയായി മാറിയിരിക്കുകയാണ്. ആന പൊതുവെ കാട്ടാന ശല്യവും മറ്റു പ്രശ്നമുള്ള സ്ഥലമാണ് ആതിരപ്പള്ളിയും സമീപ പ്രദേശമെങ്കിലും ഈ ആനയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു സഹതാപമുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ഈ ആന തുടർച്ചയായി എത്തുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഒരു സ്ഥലമായിട്ടും ഈ ആനയുടെ ദയനീയാവസ്ഥ കണ്ട് എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആനയെ പിടികൂടണമെന്നും ചികിത്സിക്കണമെന്നും ഒക്കെ ഈ ജനങ്ങളുടെ കൂടി ആവശ്യമാണ്. ഇതിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഈ ദൗത്യത്തിൻ്റെതായിട്ടുള്ള വെല്ലുവിളികൾ ഒട്ടേറെയാണ്. നിലവിൽ ഈ 30% മാത്രമാണ് ഈ ദൗത്യം വിജയിക്കാൻ സാധ്യതയുള്ളത് എന്ന് തന്നെയാണ് വനവകുപ്പ് ഔദ്യോഗികമായി പറയുന്നത്. കാരണം ആനയുടെ ആരോഗ്യാവസ്ഥ അതീവ ദുഷ്കരമാണ്, ഗുരുതരാവസ്ഥയിലാണ്. ഇത്തരത്തിൽ അണുബാധയടക്കമുണ്ടായി ആനയുടെ ആരോഗ്യാവസ്ഥ ഏത് നിലയിലാണെന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല കഴിഞ്ഞ 24-നാണ് ആനയ്ക്ക് മയക്കുവെടി വെക്കുന്നത്. ആ ഒരു മാസത്തിനിടയിൽ രണ്ടാമത്തെ ഒരു മയക്കുവെടി കൂടി താങ്ങാനുള്ളൊരു ആരോഗ്യസ്ഥിതി ആനയ്ക്കുണ്ടോ എന്നുള്ള കാര്യം വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ആനയെ എലഫന്റ് ആംബുലൻസിലേക്ക് കയറ്റുന്നത്, കുങ്കിയാനകൾ സാധാരണ ഈ ആനയ്ക്ക്, അതായത് പരിക്കേറ്റ ആനയ്ക്ക് ചുറ്റും നിന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ ബലം പ്രയോഗിച്ചുകൊണ്ടാണ് കുത്തിയും തള്ളിയും ഉന്തി നീക്കിയും ഒക്കെയാണ് ഈ പരിക്കേറ്റ കൊമ്പനെ എലഫന്റ് ആംബുലൻസിലേക്ക് കയറ്റുക. അങ്ങനെയെങ്കിൽ ഇവരുടെ ഒരു ബലം അല്ലെങ്കിൽ അവർ പ്രയോഗിക്കുന്ന ഒരു ശക്തി, സമ്മർദ്ദമൊക്കെ ഈ ആനയ്ക്ക് താങ്ങാനാകുമോ എന്നുള്ളതും രണ്ടാമത്തെ ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രെയിനിൻ്റെ കൂടി സഹായത്തോടു കൂടി ഈ ദൗത്യം നടത്താൻ കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതിയാണ് ഒന്നാമത്തെ വെല്ലുവിളി. രണ്ടാമത് ആന നിൽക്കുന്ന സ്ഥലം, ആനയെ സ്പോട്ട് ചെയ്യുന്ന സ്ഥലം, അതിൻ്റെ ടറൈൻ, പ്രതലമടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇത്രയേറെ വെല്ലുവിളികൾ ഉണ്ടായിട്ടും ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവിധത്തിലുള്ള വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടും ഈ ഒരു മിഷൻ്റേതായിട്ടുള്ള റിസ്കുകൾ ഏറ്റെടുത്തുകൊണ്ടും ദൗത്യം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. ഏതായാലും ആനയ്ക്ക് കണ്ടെത്തി ചികിത്സ നൽകാൻ സാധിക്കുമെന്നും അതിന് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാകുമെന്നുമാണ് ഉദ്യോഗസ്ഥരുടെയും വെറ്റിനറി ഓഫീസർമാരുടെയും ഒക്കെ പ്രതീക്ഷ. ഏതായാലും നമുക്കും കാത്തിരിക്കാം അത്തരത്തിലൊരു നല്ല വാർത്തയ്ക്ക് വേണ്ടി. സംഗീത. ശരി ലെവിൻ.